കാൽവരി തണലിൽ കുരിശിൻ്റെ വഴിയിലൂടെയുള്ള നമ്മുടെ പ്രയാണം തുടരുകയാണ്. കാൽവരിയുടെ തണല് കുരിശ് നൽകുന്ന തണല് തന്നെയാണ്. മരം കൊണ്ട വെയിലാണ് അത് തരുന്ന തണല് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാൽവരിയിലെ കുരിശിൽ മനുഷ്യമക്കളുടെ പാപത്തിൻ്റെ വെയിലേറ്റെടുത്തവൻ നമുക്കായി വെച്ചു നീട്ടുന്നത് രക്ഷയെന്ന തണലാണ്. നെടുകയും കുറുകയുമുള്ള 2 മരക്കഷ്ണങ്ങളാൽ നിർമ്മിതമാണല്ലോ കുരിശ്. നെടുകയുള്ളത് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുമ്പോൾ കുറുകയുള്ളത് നമ്മുടെ സഹോദരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതിൻ്റെ അവരുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 3 കുരിശുകളാണ് കാൽവരിയിൽ നാം കാണുന്നത്. ഇടതുവശത്തെ കുരിശിൽ നിന്ന് പുറപ്പെടുന്നത് ശാപഗ്രസ്തമായ നിരാശയുടെ വാക്കുകളാണ്. വലതുവശത്തെ കുരിശിൽ തൻ്റെ ശിക്ഷയെക്കുറിച്ച് പരാതിയില്ലാതെ സ്വീകരിക്കുന്ന നല്ല കള്ളനെ നാം കാണുന്നു. ദൈവകരങ്ങളിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവൻ തൻ്റെ മാത്രം രക്ഷ നേടിയെടുക്കുന്നു. എന്നാൽ നടുവിലുള്ള കുരിശിലാണ് ബലി നാം കാണുന്നത്. ഈശോയുടെ വിശുദ്ധ കുരിശാണ്. ഈശോ ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങൾക്ക് വേണ്ടി അവിടെ ബലിയർപ്പിക്കുന്നു. നമ്മുടെ കുരിശുകളും വിശുദ്ധമായിരിക്കട്ടെ. മറ്റുള്ളവർക്ക് വേണ്ടി നാം നമ്മുടെ കുരിശുകൾ ഏറ്റെടുക്കുമ്പോൾ, ജീവിത ബലിയർപ്പിക്കുമ്പോൾ നമ്മുടെ കുരിശുകളും വിശുദ്ധമാകും. ആമേൻ.